അയ്യപ്പേട്ടാ, ഈ പോരാളി ഷാജിമാരും സൈബർ സഖാക്കളും ഒക്കെ നമ്മുടെ മുൻ മന്ത്രി CPM മുതിർന്ന നേതാവായിട്ടുള്ള G. സുധാകരനെ എടുത്തു അലക്കി ഉടുത്തിട്ടുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിനെ അത്രത്തോളം പറയേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എത്രയോ മുതിർന്ന ഒരു നേതാവാണ്, എത്രയോ നല്ലൊരു മന്ത്രിയായിരുന്ന വ്യക്തിയാണ് അല്ലേ? ആ ഒരു നേതാവിനെ ഇത്രത്തോളമൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? പ്രജിത, ഇതിനകത്ത് പ്രജിതയ്ക്കും പാർട്ടിക്കകത്ത് കുറച്ചു പേർക്കും സാധാരണ ജനത്തിനും ഇപ്പോൾ ഈ പറയുന്ന നമുക്കും ഒക്കെയാണ് സുധാകരൻ ഇപ്പോൾ നല്ലൊരു മന്ത്രി. ഇപ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്കും ആയിരിക്കും നല്ലൊരു മന്ത്രി, നല്ലൊരു പാർട്ടി സംഘാടകനൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ ഈ പോരാളി ഷാജി അവരൊക്കെ പോവുക. ഇപ്പം നമുക്ക് മാത്രമെന്ന് പറയുമ്പോൾ CPMകാർക്ക്, പ്രത്യേകിച്ച് പിണറായി ഭക്തന്മാർക്ക് G. സുധാകരൻ ഒരു അഭിമതനല്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G. സുധാകരനെ ഈ പറയുന്ന പിണറായിസത്തിനെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്, ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ G. സുധാകരനെ പോരാളി ഷാജിയല്ല ഇനി ആരൊക്കെ അദ്ദേഹത്തിനെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം തളരുന്ന ഒരാളല്ല. ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് SFIയുടെ പുതിയൊരു പ്രസിഡന്റ് വന്നു, ഒരു പുതിയൊരാൾ പ്രസിഡന്റായിട്ടൊരു ചെറുപ്പക്കാരൻ വന്നു. ആ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വന്നപ്പോഴത്തേക്ക് പിന്നെ ആലപ്പുഴയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ SFI പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ SFI എന്ന് പറയുന്ന സംഘടന രൂപീകൃതമായ ശേഷം ആദ്യത്തെ പ്രസിഡന്റ് G. സുധാകരനാണ്. അപ്പോൾ സുധാകരനെ മറന്നുകൊണ്ട് ആലപ്പുഴയിലെ നേതാവല്ല, അയാൾ കൊല്ലത്താണെന്നൊക്കെ പറഞ്ഞു പോയി. സുധാകരനെ SFIക്കാരും മറന്നു. അപ്പം മുൻപേ നടക്കുന്ന ഗോവിന്ദന്റെ പിമ്പേ നടക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ വലിയ നേതാക്കളെല്ലാം സുധാകരനെ പറയുമ്പോൾ ഈ കൊച്ചു ചെക്കന്മാർ വിചാരിക്കും നമുക്ക് കിട്ടൊരു കുട്ട് കൊടുത്തേക്കാന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും സുധാകരനെ ചുമ്മാ കൊട്ടിയാലൊന്നും അദ്ദേഹത്തിനിട്ട് ഏശാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇന്നലെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് KPCCയുടെ തിരുവനന്തപുരത്ത് ഓഫീസിൽ G. സുധാകരൻ വന്നത് ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വർക്കലയിൽ ഗാന്ധിജി വന്നതിൻ്റെ ഇത്രയെങ്കിലും വർഷമായി. അപ്പോൾ അതിൻ്റെ ഒരു വാർഷിക ആഘോഷത്തിന് വന്നതാണ്. അപ്പോൾ അതിന് സൈബർ സഖാക്കൾ വളച്ചൊടിച്ചത് എങ്ങനെയൊക്കെയെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ അനിയൻ ഭുവനേശ്വരൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, SFIക്കാരനാണ്. അത് കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തിനെ കൊന്നത് എന്നാണ് പറയുന്നത്. അതൊരു ആക്രമണത്തിൽ കോൺഗ്രസ്സുകാർ കൊന്നെന്ന ഒരു കഥയുണ്ട്. അപ്പോൾ ആ ചടങ്ങിന് ഇറങ്ങുന്ന മുമ്പ് സ്വന്തം വീട്ടിൽ ചുവരിൽ തൂക്കിയിരിക്കുന്ന ഭുവനേശ്വരൻ്റെ ചിത്രം നിങ്ങൾ നോക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പോകുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ അത് ചോദിക്കുമ്പോൾ ഈ പറയുന്ന പിന്നെ RSSകാരെ, കോൺഗ്രസ്സുകാരെ, DYFIയുടെ എത്രയോ പരിപാടികളിൽ ഇവർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഓർത്താൽ ഇതിപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ നേതാവല്ല G. സുധാകരൻ. രാമായണം വായിക്കുന്ന, അതായത് ഭൗതിക നിലവാരം വളരെയധികമുള്ള കാര്യങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ക്ഷണിച്ചത്. പിന്നെ രണ്ട്, ഈ ഒരു അവസരത്തിൽ അതിനെ പോയതിനെ ഇവരങ്ങനെ വ്യാഖ്യാനിച്ച് അദ്ദേഹത്തിനെ ഒന്നും പറയേണ്ട കാര്യമൊന്നും ഈ സൈബർ സഖാക്കൾക്കില്ല. ഒരു സുധാകരൻ മാത്രമല്ല ഇതിനകത്ത്, ഈ പാർട്ടിക്കകത്ത് ഇങ്ങനെ ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. 1990-കൾ മുതൽ എന്ന് പിണറായി ഇതിനകത്ത് അപ്രമാദിത്യം വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന് ആരെയൊക്കെ ഒതുക്കണമോ അവരെ എല്ലാം അദ്ദേഹം സൈഡ് ലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ ഒരാളാണ് G. സുധാകരൻ. പ്രജിതയ്ക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് പറയാനുണ്ടോ? ഈ പറയുന്ന പോലെ നമ്മുടെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, ശൈലജയെ പറയാൻ പറ്റും, KK ശൈലജ ഏറ്റവും നല്ലൊരു മന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിണറായിയുടെ ഭരണകാലത്തെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാൾ ശൈലജയും G. സുധാകരനുമായിരുന്നു. അല്ലെ, ഒന്ന് ഓർത്ത് നോക്കിയേ. അല്ലെ, ശൈലജയെ കുറിച്ച് മനഃപൂർവ്വം തന്നെ ഒതുക്കിയതാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കോവിഡ് കാലത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കോവിഡ് കാലത്ത് മാത്രമല്ല, ഏറ്റവും ഭൂരിപക്ഷം കിട്ടിയ, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയതിരുന്നു. അതെ, എന്നിട്ട് അവരെന്തെങ്കിലും ആക്കിയോ? അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് 75 വയസ്സിൻ്റെ മാനദണ്ഡത്തിൽ പിണറായി ആരെയൊക്കെ വെട്ടിയോ അതിപ്പോൾ G. സുധാകരൻ അദ്ദേഹത്തെ അത്ര കണ്ടങ്ങ് ബഹുമാനിക്കാത്ത ഒരു ആളാണ്. KK ശൈലജ സ്വന്തം നാട്ടുകാരിയായിട്ട് പോലും അവരും അങ്ങനെ പറഞ്ഞിട്ടില്ല. PK ഗുരുദാസൻ അദ്ദേഹവും, അപ്പോൾ അദ്ദേഹം ഈ അടുത്തിടെ വീണ്ടും കൊല്ലം സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന രീതിയിൽ തന്നെ വ്യക്തിപൂജ ചെയ്യാത്തവരായിട്ട് ഉള്ളവർ വരും ഭാവിയിൽ അവരുടെ പാർട്ടിയിലെ കരിയർ നശിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം ഈ ഏകാധിപതി പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ എന്നു മുതൽ അദ്ദേഹം പാർട്ടിയുടെ അമരത്തെത്തിയോ അന്ന് മുതൽ VSനൊപ്പം അല്ലെങ്കിൽ പാർട്ടിയിലെ പിന്നെ ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആ ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഈ മുതലാളിത്തത്തിനെതിരെ പോകുന്ന പിണറായിസം, കമ്മ്യൂണിസം അല്ല ഇപ്പോൾ പിണറായിസം, അതിന് നിന്നവർ എതിർത്തവരെയൊക്കെ ആരൊക്കെയുണ്ടോ അവരെ എല്ലാം സൈഡ് ലൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സുധാകരനെയും മാറ്റി നിർത്തിയത്. അപ്പോൾ സുധാകരനെ
ഇങ്ങനെ ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ, ഇങ്ങനെ സൈബർ സഖാക്കൾ ഇങ്ങനെ പറയുമ്പോൾ, അത് പറഞ്ഞ് ചെയ്യിച്ചതിന് പിന്നിൽ ആളുകളൊക്കെ ഉണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടി വരും. അദ്ദേഹം ഇന്നലെ അവിടെ സംസാരിക്കുമ്പോൾ RSSനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ RSSനെ കുറിച്ച് പ്രതിപാദിച്ചത് പിന്നെ ഗുരുദേവനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ RSSനെ ഇപ്പോൾ പ്രീണിപ്പിക്കാൻ നടക്കുന്ന പിണറായി കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കുമോ? ചിലപ്പോൾ അതായിരിക്കും. കാരണം ഇപ്പൊ ഏതാണ്ട് ഡീലായി കഴിഞ്ഞു. ഡൽഹിയിലെ മീറ്റിംഗിൽ ആ ഒരു ഡീല് വന്നിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അത് ചിലപ്പോൾ അങ്ങനെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അപ്പോൾ അതിന് പറയുന്ന കാരണങ്ങൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോരിൽ തൂങ്ങുന്ന ചിത്രത്തിൽ നിങ്ങളുടെ അനിയൻ ഭുവനേശ്വരനെ നിങ്ങൾ ഓർത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് പോയിരുന്ന് ഈ പ്രസംഗം നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നു. അദ്ദേഹം ഇതിനു മുമ്പും ഗുരുദേവനും ഗാന്ധിജിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ വാർഷികം ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതിനു മുമ്പ് ചരിത്ര നിമിഷമാണത്. പിന്നെ അപ്പൊ ആഘോഷിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഒരു നേതാക്കൾ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM നേതാക്കൾ അവിടെ പോയിട്ടുണ്ട്, വാർഷിക സമയം പ്രസംഗിച്ചിട്ടുണ്ടാകണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊക്കെ ഇത്ര വലിയൊരു പ്രശ്നമാക്കുന്നത് ഇത് ഉൾപാർട്ടി പോര് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഈ പറയുന്ന SFIയുടെ നേതാവായിട്ട് ആലപ്പുഴ ഒരു ചെറുപ്പക്കാരൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇദ്ദേഹം ഒരു കവിത കലാകൗമുദിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞുള്ള സജി ചെറിയാന്റെ പരാമർശത്തെയൊക്കെ ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം പ്രതിപാദിച്ചിരുന്നു. അതിലൊക്കെ സജി ചെറിയാനൊക്കെ കയറി കൊണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു നമ്മളിപ്പോൾ പേരെടുത്ത് പറഞ്ഞു ഇങ്ങേറ്റം മേഴ്സിക്കുട്ടി അമ്മയെ വരെ ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എടുത്തിട്ടില്ല. അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തമായ പ്ലാനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇദ്ദേഹം പാർട്ടിയുടെ എന്ന് ഇത്തരത്തിൽ അമരത്തേക്ക് വന്നോ, അപ്പോൾ അദ്ദേഹത്തിന് ഒരു വേള അദ്ദേഹം മുഖ്യമന്ത്രി ആയത് തന്നെ എങ്ങനെയാണ് ഈ തവണയിൽ അതിനു മുമ്പ് ആയത് എങ്ങനെയാണ്? VSന്റെ മുഖം കാണിച്ച് കിട്ടാവുന്ന വോട്ടെല്ലാം പിടിച്ച് ഇത്രയും 100-ലധികം സീറ്റ് ഇതിനടുത്ത് ഏതാണ്ട് 96 സീറ്റാ കൊണ്ടാണ് ആദ്യത്തെ ഈ തവണയ്ക്ക് മുമ്പത്തെ തവണ കിട്ടിയത്. അത്രയും സീറ്റ് കിട്ടിയ VSനെ കാണിച്ചാണ്. എന്നിട്ട് VSനെ മാറ്റിയിട്ടാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ ആൾക്കാരെ വെച്ചാണ് അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തത്. അത്തരത്തിൽ ആലപ്പുഴ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്ത ആളാണ് സജി ചെറിയാൻ. പിന്നെ ഈ G സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പം മുഹമ്മദ് റിയാസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പ് റിയാസിന് മുമ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ G സുധാകരനാണ്. അപ്പോൾ ഏറ്റവും നല്ല പിന്നെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു ആര്? G സുധാകരൻ. അപ്പോൾ G സുധാകരന് മുന്നിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു ആൾ നിൽക്കുമ്പോൾ തനിക്ക് ആ പറയുന്ന രീതിയിൽ എത്താൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ഇതുകൂടെ തന്റേതായ ഒരു പാത വെട്ടിത്തെളിക്കാൻ റിയാസിന് കഴിയുന്നില്ല. കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വമ്പൻ പരാജയം കൂടിയാണ്. പിന്നെ തീർച്ചയായിട്ടും വമ്പൻ പരാജയം എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിന്റെ അമ്മാവനായ പിണറായി വിജയന്റെ ഏറ്റവും അടുത്തായ ആളായ നിതിൻ ഗഡ്കരി ഉണ്ടാക്കിയ 66 പാതയിലെ NH 66 നമ്മുടെ കൊടുങ്ങല്ലൂർ വഴി പോയിക്കൊണ്ടിരിക്കുന്ന 66 പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഹോബി കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന പാതകളുടെ എല്ലാം ഇനോഗ്രേഷൻ ഫ്ലെക്സ് വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഹോബി. അല്ല, മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രം പോലെ ഒരു കഥാപാത്രമുണ്ട്. ആരുടെയെങ്കിലും ഗർഭം അത് എന്റേതാണെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആരെങ്കിലും നാട്ടിലായാലും അവർ കഴിവിട്ടവനുണ്ട്. ആ കഥാപാത്രം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഈ ബഷീറിന്റെ ഒരു കഥാപാത്രം. അപ്പൊ അതേപോലെ ആണ് ഇപ്പൊ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ സുധാകരനെ ആക്രമിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. DYFIയുടെ വേദിയില് ചർച്ചയ്ക്ക് ഇവർ ശശി തരൂരിനെ വിളിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ഈ അടുത്തിടയ്ക്ക് പാർട്ടിയുടെ തന്നെ പല പരിപാടികളിൽ റജിൽ മാക്കുട്ടിയെ ഇവിടെ ഇടുക്കിയിൽ വിളിച്ചിരുന്നല്ലോ. റജിൽ മാക്കുട്ടി വേദിയിൽ ഇരുത്തി റഹീമിനെയൊക്കെ കൊന്നല്ലോ. അന്ന് ഇവിടെ പോരാളി ഷാജിമാർക്കൊന്നും ഒന്നും പറയാനുണ്ടായിരുന്നില്ലേ? അന്ന് അന്ന് റജിൽ മാക്കുട്ടിയൊക്കെ സംസാരിച്ചതൊക്കെ കേട്ടോണ്ടല്ലോ. റഹീമൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. റഹീം, A റഹീം. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. സുധാകരനിലെ കമ്മ്യൂണിസ്റ്റ് അകാല ചരമം അടഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് പോരാളി ഷാജിയും മറ്റുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇത്രയും കൂടെ ഇതിൽ കൂട്ടിച്ചേർത്ത് നമുക്ക് വായിക്കാനുള്ളൂ. ഒരു സുധാകരനെ ഒരു പോരാളി ഷാജിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈബർ സഖാക്കളോ പറഞ്ഞാലൊന്നും തീരുന്നതല്ല, അത് കൊഴിഞ്ഞു പോകുന്നതല്ല അദ്ദേഹത്തിലെ ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്നുകൂടെ നമുക്ക് പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ചർച്ചയ്ക്കുണ്ടായിരുന്ന C ദിവാകരൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹം സംസാരിച്ചപ്പോൾ RSSനെ കുറിച്ച് പറഞ്ഞു, ഗുരുദേവനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എന്തിന് ശശി തരൂരിനെ വരെ അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് വിമർശിക്കേണ്ടത്. 20 മിനിറ്റാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പറയുമ്പോൾ C ദിവാകരൻ സംസാരിച്ചപ്പോൾ C ദിവാകരൻ കമ്മ്യൂണിസ്റ്റുകാരൻ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചു സംസാരിച്ചു. പിണറായി വിജയനെ വരെ വിമർശിച്ച് സംസാരിച്ചു. അതിൽ ഈ സനാതന മൂല്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പിണറായി വിജയനെ കുറിച്ചും സുധാകരനും പറഞ്ഞു. പക്ഷേ C ദിവാകരനെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. CPIയിലെ ഒരു നേതാവും C ദിവാകരനെ ഒന്നും പറഞ്ഞില്ല.
അപ്പോൾ നനഞ്ഞ മണ്ണ് കുഴിക്കാൻ എളുപ്പമുണ്ട് എന്നൊരു തോന്നൽ കുഴിക്കാൻ എളുപ്പമുണ്ട് എന്നൊരു തോന്നൽ ഈ പറയുന്ന പോരാളി ഷാജിമാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കേ തെറ്റുപറ്റുന്നുള്ളൂ. ജി സുധാകരൻ ഇവൻ്റെയൊക്കെ അപ്പനെ കണ്ടിട്ടാണ് ഈ പോരാളി ഷാജിന് ഏത് അഡ്മിനാണ് കൈകാര്യം ചെയ്യുന്നത് അവൻ്റെ അപ്പൻ കണ്ടിട്ടാണ് അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് അങ്ങനെ അങ്ങ് തളർത്തിക്കളയാമെന്ന് ഇപ്പോൾ ഇവരെ കൊണ്ട് അവർ ആർക്ക് വേണ്ടി വാ തുറന്ന് സംസാരിക്കുന്നുവോ അവരൊന്നും തന്നെ അദ്ദേഹത്തിന് ഒരു വിഷയമായിരിക്കില്ല. അദ്ദേഹത്തിനെ അങ്ങ് നിങ്ങൾ കരുതുന്ന പോലെ അദ്ദേഹം കോൺഗ്രസ്സിലേക്കോ അല്ലെങ്കിൽ RSSലേക്കോ അല്ലെങ്കിൽ BJPയിലോ ഒന്നും തന്നെ പോകുമെന്ന് ധരിക്കേണ്ടതില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. അദ്ദേഹം ഒരു ധീരനായ കമ്മ്യൂണിസ്റ്റാണ്. ഇനിയും അദ്ദേഹം സംസാരിക്കും. മറ്റ് വാപോയ കോടാലികൾക്ക് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംസാരിക്കാനുള്ള കഴിവും അറിവും വിവരവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കും. അത് വെറും കേൾവിക്കാരായിട്ട് നിങ്ങൾക്ക് ഇരിക്കാനേ കഴിയൂ. മറുത്തൊന്നും പറയാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല.